പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന നമ്മുടെ ചിന്താവചനം ജെറമ്യ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനമാണ്. വചനം ഇതാണ്: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ദൈവം അരുൾ ചെയ്ത ഈ വചനം കേട്ടപ്പോൾ ജെറമ്യ ഭയപ്പെട്ടു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വെറുമൊരു ബാലനാണ്, സംസാരിക്കാൻ എനിക്കൊട്ടും പാഠവുമില്ല. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോയാൽ മതി, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അനന്തരം കർത്താവ് കൈനീട്ടി അവൻ്റെ അധരത്തെ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ജെറമ്യ ഇസ്രായേൽ, യൂദാ രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനുള്ള വലിയ പ്രവാചകനായി. ജെറുസലേമിന് കിഴക്കുള്ള അനാത്തോത്തിലെ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഒരു പുരോഹിത കുടുംബത്തിലെ അംഗമായിരുന്നു ജെറമ്യ. ജെറമ്യ പ്രവാചകനായി വിളിക്കപ്പെടുമ്പോൾ ഇസ്രായേലിലെ രാജാവ് ജോസിയ ആയിരുന്നു. ജോസിയ മുതൽ സെദെക്കിയ വരെ 5 രാജാക്കന്മാരുടെ ഭരണകാലം, അത് ഏതാണ്ട് 45 വർഷത്തോളം ജെറമ്യ യൂദാ ഇസ്രായേൽ രാജ്യങ്ങളിൽ പ്രവചിച്ചു. സങ്കീർത്തകൻ പറയും പോലെ, കർത്താവ് നമ്മെ പരിശോധിച്ചറിഞ്ഞവനാണ്, നമ്മുടെ ഹൃദയവിചാരങ്ങൾ അവിടെ നകലിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരു വാക്ക് നമ്മുടെ നാവിലെത്തും മുമ്പേ അത് അവിടെ നിന്ന് അറിയുന്നു. അന്തരംഗത്തിന് രൂപം നൽകിയവന് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാതിരിക്കുമോ? കാരണം അവൻ നമ്മെ അത്രയ്ക്ക് വിസ്മരണീയമായി സൃഷ്ടിച്ചിരിക്കുന്നു. ജെറമ്യ 20 വയസ്സുകാരൻ കർത്താവിൻ്റെ വചനവും ഹൃദയത്തിൽ വഹിച്ച് ജോസിയ രാജാവിൻ്റെ 13-ാം ഭരണവർഷം പ്രവചനങ്ങളും പ്രബോധനങ്ങളും യൂദായിലും ഇസ്രായേലിലുമായി പ്രസംഗിച്ചു തുടങ്ങി. ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹാരാധനയും അനീതിക്കെതിരെ ശബ്ദമുയർത്തിയവൻ. സഹനങ്ങളുടെ നടുവിലും പീഡനങ്ങളുടെ അഗ്നികുണ്ഡത്തിലും അവൻ പതറിയില്ല. കർത്താവിൻ്റെ വചനം ശക്തിയോട് പ്രഘോഷിച്ചു. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ കുമിഞ്ഞുകൂടിയ അവിശ്വസ്തതയുടെയും അക്രമങ്ങളുടെയും ചോരപ്പാടുകൾ കഴുകിക്കളയാൻ ജെറമ്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും വരാനിരിക്കുന്ന മഹാദുരന്തം, സർവശക്തനായ ദൈവത്തിൻ്റെ കടുത്ത ശിക്ഷ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ പതിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ ജെറമ്യയ്ക്ക് കഴിഞ്ഞു. മാത്രമല്ല, താൻ പ്രവചിച്ച ആ മഹാദുരന്തം ഇസ്രായേലിൻ്റെ മേൽ പതിക്കുന്ന ദുഃഖകരമായ കാഴ്ച ജെറമ്യ ഹൃദയവതയോടെ കൺമുമ്പിൽ കാണുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ ജാഗ്രതയോടെ നമ്മൾ സ്വീകരിക്കാം. വചനങ്ങൾ വഴിയും അനുഭവങ്ങൾ വഴിയും അവൻ നമ്മെ നയിക്കുകയാണ്. ഒരുവൻ പോലും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ അവൻ നമ്മെ അവൻ്റെ ചിന്തയിൽ ചേർത്തിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും.